രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി ആരെന്നറിയാമോ? അതാണ് സർദാർ KM പണിക്കർ. കേരളത്തിൽ നിന്നും ഇതുവരെയായി ടോട്ടൽ 9 പേരാണ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. G രാമചന്ദ്രൻ, G ശങ്കരക്കുറുപ്പ്, അബു എബ്രഹാം, കസ്തൂരി രംഗൻ, MS സ്വാമിനാഥൻ, സുരേഷ് ഗോപി, PT ഉഷ, C സദാനന്ദൻ മാസ്റ്റർ തുടങ്ങിയവരാണ് കേരളത്തിൽ നിന്നും ഇതുവരെയായി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. കല, ശാസ്ത്രം, സാമൂഹ്യ സേവനം, സാഹിത്യം എന്നീ മേഖലകളെ പരിഗണിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും രാജ്യസഭയിലേക്ക് വ്യക്തികളെ നോമിനേറ്റ് ചെയ്യുന്നത്. രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. പ്രസിഡന്റ് ആദ്യമായി നാമനിർദ്ദേശം ചെയ്ത വനിത ആരെന്ന് ചോദിച്ചാൽ അത് രുക്മിണി ദേവി അരുൺദേലയാണ്. എന്നാൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ സിനിമാ നടൻ ആരെന്ന് ചോദിച്ചാൽ അത് പൃഥ്വിരാജ് കപൂറും, സിനിമാ നടി ചോദിച്ചാൽ അത് നർഗീസ് ദത്തും, കൂടാതെ ആദ്യത്തെ കവി ചോദിക്കുകയാണെങ്കിൽ അത് മൈഥിലി ശരൺ ഗുപ്തയുമാണ്. എന്നാൽ 2003 പ്രൊഫഷണൽ ഗുസ്തി താരമായ ദാരാ സിംഗിനെയാണ് പ്രസിഡന്റ് ആദ്യമായി കായിക മേഖലയിൽ നിന്നും നാമനിർദ്ദേശം ചെയ്തത്. തുടർന്ന് 2012 സച്ചിൻ ടെണ്ടുൽക്കറിനെയും കായിക മേഖലയിൽ നിന്നും രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രസിഡന്റ് രാജ്യസഭയിലേക്ക് ആദ്യമായി നോമിനേറ്റ് ചെയ്ത വനിതാ കായിക താരം ആരെന്ന് ചോദിച്ചാൽ അത് മേരി കോം ആണ്. 2016 മേരി കോമിനെ രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്തത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ.